ഹലോ, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഐറ്റംസൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത കടലക്കറിയാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ കടലക്കറിയും അപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ ഈ കടലക്കറി എന്ന് പറയുന്നത് ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടല്ല, അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെരുംജീരകപ്പൊടിയും ഗരം മസാലപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇറച്ചിക്കറി വെക്കുന്ന പോലത്തെ കടലക്കറിയാണ്. എനിക്കിപ്പോൾ കടലക്കറിയിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ തേങ്ങ അരച്ച് വെക്കുന്ന അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചായയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള കടലക്കറിയും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം കറി കുറച്ചൊന്ന് ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സവോളയുടെ അളവ് അതുപോലെ തന്നെ സവോളയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വെന്ത് വഴണ്ടത് കൊണ്ട് അത് കാണാത്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ സാറാമോൾ ഇപ്പോൾ സ്കൂളിൽ പോയി. മോള് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം അവൾക്കും കൂടി വേണ്ടിയിട്ടുള്ള അപ്പം ഞാൻ കാസ്ട്രോളിൽ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ വന്നിട്ട് സാറായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആദ്യം 1-2 സിപ്പ് ചായ എടുത്തു. അതിനുശേഷം അപ്പത്തിൻ്റെ മുകളിലേക്ക് കടലക്കറി, നല്ല ചൂടപ്പവും ചൂട് ചായയും ചൂട് കടലക്കറിയുമാണ്. അപ്പോൾ കടലക്കറി ഞാൻ കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലക്കറിയുടെ ക്വാണ്ടിറ്റി ഒന്ന് ചൂട് ആറിയതിന് ശേഷം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേയിൽ എടുക്കാമല്ലോ. അപ്പോൾ പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും എല്ലാത്തിനും പോയിക്കോളും. ഇവിടെ ചപ്പാത്തിയുടെ കൂടെയൊന്നും ഇത് ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. എങ്കിൽ പോലും ഇക്കായ്ക്ക് ഇത് നെക്സ്റ്റ് ഡേയിൽ പുട്ടിൻ്റെ കൂടെ ഇത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേയിൽ മിക്കവാറും ഈ കടലക്കറി പുട്ടിൻ്റെ കൂടെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വെള്ളയപ്പം, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എക്സ്ട്രാ കടലക്കറി ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ട് കുതിർന്നതിന് ശേഷം കൂടുതൽ എനിക്ക് കടല, പയറ്, പരിപ്പ് ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റോടുകൂടി വെക്കണം. നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കുമ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഇല്ല. ടേസ്റ്റ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത്ര കഴിക്കാൻ ഇതൊന്നും സുഖം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് മാക്സിമം ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇതെല്ലാം വയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ബൗള് ഗ്രീൻ കളർ ഗ്രേപ്സ്, വലിയ സുഖമുള്ള ഗ്രേപ്സ് ഒന്നും അല്ല, കുറച്ച് പുളിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഉച്ചയൊക്കെ ഒരു 1:32 ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിശന്നപ്പോഴത്തേനും ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചു. അതിനുശേഷം നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചോറ് വെച്ചു. അപ്പോൾ കുക്കറിലാണ് ചോറ് വെച്ചത്. അതിനുശേഷം അതൊന്ന് ഊറ്റി മാറ്റി കഴിക്കാനുള്ള ഫോമിലോട്ട് ചോറ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രോൺസിൻ്റെ കുറച്ച് മാറ്റി വെച്ചിരുന്നു നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട്, പിന്നെ കുറച്ച് പ്രോൺസ്. സൈറായിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് പ്രോൺസ് എന്ന് പറയുന്നത്. ഇളയ മോൾക്കും പ്രോൺസ് ചെറുതായിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്തത് ചെറിയ ചെറിയ പീസായിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പ്രോൺസ് ഇഷ്ടമാണ്. നല്ല അടിപൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ്. അപ്പോൾ മക്കൾക്ക് ചോറിന് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രോൺസ് ഒരു സൈഡ് റെഡിയായി. അപ്പോൾ നെക്സ്റ്റ് സൈഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ലഞ്ചാണ് കേട്ടോ. ഭയങ്കര ഹെവി കുക്കിംഗ് ഒന്നുമല്ല. കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
പെരിഞ്ജീരകപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു. ആ പ്രോൺസ് ഇതാ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കടലയും പയറും പരിപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇന്ന് പരിപ്പ് വെച്ചിട്ട് ഒരു പരീക്ഷണമാണ്. ഞാൻ ഇത് മുന്നേ കഴിച്ചിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയാണെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ചെറുപയറില്ലേ, ചെറുപയർ അതുപോലെ തന്നെ നമ്മുടെ വൻപയറൊക്കെ നമ്മൾ ഉലർത്തുമല്ലോ, അതുപോലെ തന്നെ സെയിം വേയിൽ ഞാനിന്ന് പരിപ്പ് ഉലർത്തും. അപ്പോൾ സെയിം വേയിൽ ഞാനിന്ന് പരിപ്പ് ഉലർത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം എന്താ പറയുക, ഒന്ന് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു പിടി എന്താ പറയുക സവോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂട്ടാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും ക്രഷ്ഡ് എന്താ പറയുക വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ മടി, എനിക്ക് അതൊന്നും മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച വെളിച്ചെണ്ണയിലോട്ട് ചോപ്പ് ചെയ്ത സവോളയും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും ഗാർലിക്കും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇത് അത്യാവശ്യം ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടെ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടി എന്ന് പറഞ്ഞത്, ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടാണ് പരിപ്പ് വേവിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പരിപ്പ് ഉലർത്തുമ്പോഴത്തേനും നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി, വെന്ത് പോവരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഉലർത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഇത് എന്താ പറയുക, പരിപ്പെന്ന് പറയുന്നത് ആവശ്യത്തിന് വേകുകയും ചെയ്യണം, നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം. അതാണ് ഈ ഒരു കറിയുടെ പരുവം എന്ന് പറയുന്നത്. ഞാൻ കൂട്ടി വെച്ചിട്ട് 2 വിസിലാണ് കേൾപ്പിച്ചത്. ഇനി ഇത് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ടാണ്, നെക്സ്റ്റ് ടൈമിലൊക്കെ ഒരൊറ്റ വിസിൽ അത് മതിയാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകൊക്കെ പൊട്ടിച്ച് താളിച്ച് ഊറ്റി ഒക്കെ അതിന് ശേഷം പരിപ്പൊക്കെ ഇട്ട് കുറച്ചും കൂടെ അങ്ങ് വെളിച്ചെണ്ണയിൽ കിടക്കുകയാണ്. അപ്പം നല്ല ആവശ്യത്തിന് എരിവുമുണ്ട്. വത്തൽമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ എന്താ പറയുക ചില്ലി പൗഡറും പിന്നെ ഗാർലിക്ക്, നല്ല മൊരിഞ്ഞ ഗാർലിക്ക്, നല്ല മൊരിഞ്ഞ സവോള, കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ നേരം ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചെറുപയർ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്, വൻപയർ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതിനേക്കാളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഇത്. പിന്നെ സെമി ഗ്രേവിയിൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂട് ചോറെടുത്തു. അതിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഒഴിച്ചു, കുറച്ച് മീൻകറി ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എന്താ പറയുക പ്രോൺസ് ഫ്രൈ ചെയ്ത കുറച്ച് ഓയിലും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. പിന്നെ അതിലേക്ക് അതാണ് ആ മുകളിൽ ഞാൻ വിളമ്പി വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാർലിക് പിക്കിള്, പിന്നെ ചീരത്തോരൻ വെച്ചിരുന്നു. പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തത്. പിന്നെ ഇതാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പരിപ്പൊക്കെ എന്നും പരിപ്പ് കറിയൊക്കെ കൂട്ടി ബോറടിച്ചവർക്ക് ഈ പരിപ്പ് ഉലർത്തെന്ന് പറയുന്നത് ഭയങ്കര ഒരു സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. വറ്റൽമുളകൊക്കെ ക്രഷ് ചെയ്തിടുമ്പോഴത്തേനും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നമ്മളിപ്പം ചെറുപയറൊക്കെ ഉലർത്തുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക ചോപ്പ് ചെയ്തിടുന്നതിനേക്കാളും ഒന്ന് ചതച്ചിടുമ്പോഴത്തേനും ടേസ്റ്റ് കൂടുമല്ലോ. അതുപോലെ വറ്റൽമുളക് ക്രഷ് ചെയ്തിടുമ്പോൾ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഇതും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ ആ പരിപ്പ് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു, അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ കറക്റ്റ് ഫോമിലാണ് പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തത്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോൺസ്
അപ്പോൾ അതാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള കറികളൊക്കെ ചപ്പാത്തിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോൾ ഈ സെയിം പരിപ്പ് പുലർത്തം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ പരിപ്പിൽ പല പല പരീക്ഷണങ്ങൾ നടത്താനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേയിൽ പരിപ്പ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതും ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ പരിപ്പ് തക്കാളി രസമുണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പരിപ്പ് എല്ലാത്തിലും കടിക്കാൻ കിട്ടണം. എനിക്കൊന്നിലും പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് പരിപ്പിങ്ങനെ കടിക്കാൻ കിട്ടണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച്. എല്ലാവർക്കും ഈ പരിപ്പ്, പയറ്, കടല ഒക്കെ ഒന്നും പിടിക്കണം എന്നില്ല. പക്ഷേ അതൊന്നും നമ്മൾ എന്താ പറയുക, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഭക്ഷണ സംഭവങ്ങളാണ് ഈ പയറ് വർഗ്ഗത്തിൽപ്പെട്ട ആഹാരങ്ങളെന്ന് പറയുന്നത്. അതിനുശേഷം ഇതാ ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചു. പിന്നെ ഇത് നമ്മൾ തമിഴ്നാട് അമ്മ റെസ്റ്റോറൻറ്റ്, ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻ്റാണ്. അവിടെ പോയപ്പോൾ ഒരു കോക്കനട്ട് മിൽക്ക് മുറുക്ക് വാങ്ങിച്ചു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചാൽ നിർത്താൻ തോന്നത്തില്ല, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ കോക്കനട്ട് മിൽക്ക് മുറുക്കെന്ന് വെറുതെ പറയുന്നതല്ല, കോക്കനട്ടിൻ്റെ ഫ്ലേവർ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിച്ചത് നമ്മുടെ ചിന്ന വെങ്കായ മുറുക്ക്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു ഭയങ്കര ടേസ്റ്റ്, കായമൊക്കെ ചേർത്തിട്ട് ഉലുവൊക്കെ ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് തൊലിയൊക്കെ പൊളിച്ച് പയ്യെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഡിന്നർ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്നലെ ഇക്ക ഡിന്നർ പുറത്തുനിന്നാണ്, ഇക്ക മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കൊളീഗ്സൊക്കെ ആയിട്ട് പുറത്തുനിന്നായിരുന്നു ഇക്കാക്ക് ഡിന്നർ. അപ്പോൾ ഇക്കാനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡിന്നർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഹെവി ആയിട്ടുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി കടലക്കറിയും പുട്ടും എടുക്കാനായിരുന്നു. പിന്നെ ഇക്ക ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാനോ കടലക്കറി ചൂടാക്കാനോ പോയില്ല. ഞാനും സാറായും കൂടി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നലത്തെ ഡിന്നർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബ്രെഡ് ഓംലെറ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ 2 ഓംലെറ്റാണിത്. പെപ്പർ പൗഡർ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള 2 ഓംലെറ്റ്. അതിൻ്റെ മുകളിലേക്ക് ഇതാ ബ്രെഡും കൂടി വെച്ച് കൊടുത്തു. പിന്നെ എക്സ്ട്രാ കുറച്ച് ബ്രെഡും കൂടെ ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് പിച്ചി ആ ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നു. അപ്പം ഇത് തന്നെ ധാരാളം നമ്മുടെ സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കുക്കിങ്ങിന് പകലൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി നമുക്ക് ഒരുപാട് ഫുഡൊന്നും വേണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഇത് നല്ലതാണ്, ഒരു സിമ്പിൾ ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ മോൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമല്ല, നമ്മുടെ ബ്രെഡിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ കൊണ്ട് തീരും, എക്സ്പയറി ഡേറ്റ് ആവാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രെഡ് ചിലവാക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ബ്രെഡൊക്കെ ചിലവായിക്കോളും. പിന്നെ ഇളയ മോൾക്കും കുറച്ച് കഴിക്കാൻ കൊടുത്തു. പിന്നെ മൂത്തയാളും ഞാനും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടേസ്റ്റി ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു for watching.